ഇതെല്ലാമാണ് സത്യത. എന്ത് നോക്കണ ജീവിതകാലം മുഴുവൻ MLA പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇവിടെ എന്നും ഇതൊരു പ്രശ്നമാണ്, എന്നും ഇതൊരു പ്രശ്നമാണ്. സമാജമല്ല, ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലോ. പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കടം മേടിച്ച് ഈ കടത്തിലൂടെ വന്നിട്ട് ഇവരെയൊക്കെ ജയിപ്പിക്കാൻ പാടുപെടും. എവിടെയാലും മണം പോണെന്നുള്ള ഏറ്റാണ്. അത് ഇവിടുത്തെ സഹാക്കൾ ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. കുറ്റപ്പെടുത്തി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജേന്ദ്രൻ തന്നെ ഇപ്പോ എവിടെയാകും BJPയുടെ ഓഫീസിൽ പോയി സന്തോഷപ്പെടുത്തും. അത് ഞങ്ങൾക്ക് നമ്പില്ല. അത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അതിൽ എവിടെ പോയി കളിച്ചാലും ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? BJP പോയി കൂടുവോ, RSS പോയി കൂടുവോ, അതിനത്ര വേറെ വല്ല സംഘത്തിൽ പോയി കൂടുവോ, അതൊന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങളല്ല. ഒന്ന്. രണ്ട്, BJP ചേർന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ ഞങ്ങള് പണ്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങളില്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ എന്നോട് വഴക്കുണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല. അത് പുകഞ്ഞ വെള്ളി പുറത്താണ്. പിന്നെന്താ? അത് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കണം. രാജേന്ദ്രൻ പോയി എന്നുള്ളതൊന്നും ഇവിടെ RSSല്ല. ഏത് മൂടായി പോയി കൂടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമാണ്? എല്ലാ പ്രശ്നമുണ്ടോ? എന്താ വിദ്യ? പിന്നെ ഞാനേറെ മുതിപ്പവൻ എന്ന് പറഞ്ഞു മതി പാർട്ടി. അതന്നെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനോടൊപ്പം ചേരണം. നാളെ MM മണി പാർട്ടി വിട്ടെന്ന് പടക്കാരും നിങ്ങൾ ഈ പാർട്ടി വെടിവെന്ന എന്റെ അഭിപ്രായം. മണി ഓരോരുത്തരും കാണിക്കാൻ എന്നെ പുറത്താക്കും. എല്ലാവരും മണി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്യാതിരിക്കണം. തെറ്റ് ചെയ്യാതിരുന്നാൽ മണിയെ ഒന്നും ചെയ്യില്ല. മണി പണ്ടൊരു പ്രസംഗം നടത്തി അതിന്റെ പേരിൽ എനിക്ക് നടപടിയെടുത്ത പാർട്ടിയാണ്. പക്ഷെ ആ പാർട്ടി എന്നെ മന്ത്രിയാക്കിയെന്നുള്ളത് വേറെ കാര്യം. 2 MLA, 28 വർഷം ജില്ലാ സെക്രട്ടറി, 40 വർഷം സംസ്ഥാന. ഇതെല്ലാമാണ് സത്യത. എന്ത് നോക്കണ ജീവിതകാലം മുഴുവൻ MLA പോകാൻ പറ്റുമോ? അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? ഇവിടെ എന്നും ഇതൊരു പ്രശ്നമാണ്, എന്നും ഇതൊരു പ്രശ്നമാണ്. സമാജമല്ല, ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലോ. പണം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കടം മേടിച്ച് ഈ കടത്തിലൂടെ വന്നിട്ട് ഇവരെയൊക്കെ ജയിപ്പിക്കാൻ പാടുപെടും. എവിടെയാലും മണം പോണെന്നുള്ള ഏറ്റാണ്. അത് ഇവിടുത്തെ സഹാക്കൾ ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. കുറ്റപ്പെടുത്തി ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജേന്ദ്രൻ തന്നെ ഇപ്പോ എവിടെയാകും BJPയുടെ ഓഫീസിൽ പോയി സന്തോഷപ്പെടുത്തും. അത് ഞങ്ങൾക്ക് നമ്പില്ല. അത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അതിൽ എവിടെ പോയി കളിച്ചാലും ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? BJP പോയി കൂടുവോ, RSS പോയി കൂടുവോ, അതിനത്ര വേറെ വല്ല സംഘത്തിൽ പോയി കൂടുവോ, അതൊന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങളല്ല. ഒന്ന്. രണ്ട്, BJP ചേർന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ ഞങ്ങള് പണ്ട് ചെയ്യാൻ പഠിച്ച കാര്യങ്ങളില്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ എന്നോട് വഴക്കുണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല. അത് പുകഞ്ഞ വെള്ളി പുറത്താണ്. പിന്നെന്താ? അത് തന്നെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ സഹായിക്കണം. രാജേന്ദ്രൻ പോയി എന്നുള്ളതൊന്നും ഇവിടെ RSSല്ല. ഏത് മൂടായി പോയി കൂടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾക്ക് എന്ത് പ്രശ്നമാണ്? എല്ലാ പ്രശ്നമുണ്ടോ? എന്താ വിദ്യ? പിന്നെ ഞാനേറെ മുതിപ്പവൻ എന്ന് പറഞ്ഞു മതി പാർട്ടി. അതന്നെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിനോടൊപ്പം ചേരണം. നാളെ MM മണി പാർട്ടി വിട്ടെന്ന് പടക്കാരും നിങ്ങൾ ഈ പാർട്ടി വെടിവെന്ന എൻ്റെ അഭിപ്രായം. മണി ഓരോരുത്തരും കാണിക്കാൻ എന്നെ പുറത്താക്കും.
എല്ലാവരും മണി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്യാതിരിക്കണം. തെറ്റ് ചെയ്യാതിരുന്നാൽ മണി ഒന്നും ചെയ്യില്ല. മണി പണ്ടൊരു പ്രസംഗം നടത്തി അതിന്റെ പേരിൽ എനിക്ക് നടപടിയെടുത്ത പാർട്ടിയാണ്. പക്ഷെ ആ പാർട്ടി എന്നെ മന്ത്രിയാക്കി എന്നുള്ളതാണ് വേറെ കാര്യം. 28 വർഷം ജില്ലാ സെക്രട്ടറി, 40 വർഷം സംസ്ഥാന